ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്നാണ് ഇനി വിസിറ്റിംഗ് വിസ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം 1ഉം 2ഉം പ്രാവശ്യം വിസിറ്റിംഗ് വിസ എക്സ്റ്റൻഷൻ അവർ ചെയ്യുന്നുണ്ട്, അതായത് വീണ്ടും വിസ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇവിടുത്തെ സിവിൽ ഐ ഡി അതുപോലെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമുക്ക് സിവിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനുള്ള വിസിറ്റ് വിസ എടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് ഇത് 4 months ആണ്, ചില ആളുകൾക്ക് 5 months 6 months വരെ ആയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് സമയം പറയാൻ പറ്റില്ല. പക്ഷേ ഒരു 6 monthsനുള്ളിൽ എന്തായാലും നമ്മുടെ റെസിഡൻസ് അടിച്ച് കഴിയുകയാണെങ്കിൽ, പേപ്പർ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിസിറ്റിംഗ് വിസയ്ക്ക് ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ആളുകൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്. അതായത് 1 മാസത്തേക്കുള്ള ഇപ്പോൾ വിസിറ്റ് വിസ. അവർ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു 3 months ആക്കുമെന്ന്, പക്ഷേ ഇതുവരെയും പ്രാക്ടിക്കലി 3 months ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പൗസ് ആരാണെങ്കിലും കുട്ടികൾ അവരെ കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ചിൽഡ്രൻ എബവ് 5 years ഉള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെന്ന് കേട്ടു, ശരിയാണോ എന്ന്. എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവരുടെ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മേലിലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫീമെയിൽ സ്റ്റാഫിന് ഇപ്പം സ്പോൺസർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ മെയിൽ നേഴ്സസിന് അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ 5 വയസ്സിന് മേലിലുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും ചോദിച്ചിരിക്കുന്നത്, കിഡ്സിന് വിസ എടുക്കാൻ പറ്റുമോ? കിഡ്സിന് നമ്മളുടെ സ്വന്തം കുട്ടികൾക്ക് വിസിറ്റിംഗ് വിസ എടുക്കാൻ പറ്റും. ഫീമെയിൽ നഴ്സസ് ആണെങ്കിൽ നമ്മൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. അറിയില്ല ഇനി മിനിസ്ട്രി എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് ഓൺലി മെയിൽ നഴ്സസിന് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. മെഡിക്കൽ കഴിഞ്ഞ് 4 മാസമായി, പക്ഷേ വിസ വന്നില്ല എന്നുള്ളത്. ഇപ്പോൾ പ്രോസസ്സിങ് വളരെ സ്ലോ ആണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കുള്ള ഫോർമാലിറ്റീസ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര നാളെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി സ്റ്റാഫ് നഴ്സും സീനിയർ നഴ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാഫ് നഴ്സും സീനിയർ നഴ്സും ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്കൊരു ടീം ലീഡർ ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സീനിയർ ആകുന്നതനുസരിച്ച് കിട്ടും. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ടീം ലീഡർ അല്ല, നമ്മൾ സ്റ്റാഫ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ ഗ്രേഡിൽ ചേഞ്ച് മാറിയാലും നമ്മളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മളിവിടെ കുറേ നാളുകൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ടീം ലീഡർ ഡ്യൂട്ടി കിട്ടുമായിരിക്കും. പക്ഷേ എങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ ബെനിഫിറ്റ് ഒന്നുമില്ല. ചിലപ്പോൾ സ്റ്റാഫ് നഴ്സിനും സീനിയർ നഴ്സിൻ്റെ ഒരു ഗ്രേഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരികയില്ല. ഇപ്പോൾ അസിസ്റ്റൻറ്റ് നഴ്സായിട്ട് വരുന്ന ഒരു GNM നഴ്സിനാണെങ്കിൽ പോലും സെയിം റെസ്പോൺസിബിലിറ്റി ആയിരിക്കും നമ്മളിവിടെ വന്നാൽ, ഹോസ്പിറ്റലിൽ വന്നാൽ കിട്ടാൻ പോകുന്നത്. പിന്നെ MOHൻ്റെ എക്സാമിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ മറുപടി തരാം. MOHൻ്റെ എക്സാം നാട്ടിൽ എഴുതേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവർക്കും അതൊരു ഡൗട്ടാണ്. കാരണം നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആളുകൾ നാട്ടിൽ വെച്ച് ഒരു എക്സാം എഴുതിപ്പിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ വന്നതിന് ശേഷം MOH നമുക്ക് ലൈസൻസ് തരും. എല്ലാ ഹോസ്പിറ്റലും, നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഹോസ്പിറ്റലിൽ നിന്നൊരു ചെറിയൊരു എക്സാം ഉണ്ടായിരിക്കും. അതിൽ ഫെയിലാകും നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ടെൻഷനേ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലിലും എക്സാം ഉണ്ട്, നമുക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടിയാലും. പക്ഷേ ലൈസൻസ് തരിക എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കും. പക്ഷേ അതേസമയം കുവൈറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രോമെട്രിക് പാസ് ആവണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉള്ള നിയമം. ഇനി അതെന്തെങ്കിലും മാറുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. 1.5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരുപാട് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി അവർ മിനിമം എക്സ്പീരിയൻസ് 2 years ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി 1.5 years ഉള്ളവരെ കൺസിഡർ ചെയ്യുമോ എന്നറിയില്ല. എങ്കിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. ചാൻസ് കിട്ടുകയാണെങ്കിൽ, അവർ വിളിക്കുകയാണെങ്കിൽ ഓക്കെ.
ചില ആളുകൾക്ക് ഡോക്യുമെൻറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഫോം വന്നിട്ടുണ്ട്. ചില ആളുകളോട് വിസ പ്രോസസ്സിങ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസിനുള്ള പേപ്പേഴ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം രണ്ടും സെയിം ആണ്. വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സ് പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾക്ക് ഓരോ കാര്യങ്ങളും എപ്പോൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മെയിലിൽ കൂടെ വരും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ആ മെയിലിൽ കൂടെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്യുക, ആളുകളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ചാനലിലെല്ലാം കാണുകയോ ഒക്കെ ചെയ്യുകയാണ് കുറച്ചും കൂടെ നല്ലത്. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അബദ്ധത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തരുന്ന ഇൻഫർമേഷനും അപ്ഡേറ്റ്സും അനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചോദിച്ചിരിക്കുന്ന റേഡിയോഗ്രാഫേഴ്സിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, റേഡിയോഗ്രാഫേഴ്സിനുള്ള വേക്കൻസി ലോക്കലി ഒരുപാട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിൽ നിന്നും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലോക്കലി ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏജൻസി വഴി വന്ന ആളുകൾ കുറേ പ്രോബ്ലംസ് അവിടെ ഫേസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിസ്ട്രി കുറേ പേരുടെ ആപ്ലിക്കേഷൻസ് അവർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അബ്സോർബ് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു ചാൻസ് കിട്ടിയിട്ടുമില്ല. അതാണ് റേഡിയോഗ്രാഫേഴ്സിൻ്റെ ഞാൻ 1-2 വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ, കാരണം പലർക്കും മലയാളം മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും എൻ്റെ ഓഡിയൻസ് മലയാളീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും മലയാളത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും മലയാളത്തിൽ തന്നെയായിരിക്കും വരുന്നത്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു MOH എക്സാം വേണോ, എക്സാം എഴുതാതെ വരാൻ പറ്റുമോ എന്നുള്ളത്. എക്സാം എഴുതാതെ വരാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പലരുടെയും സംശയങ്ങൾക്ക് ഒരുപാട് പേർ റിപ്ലൈ ചെയ്ത് സഹായിക്കാറുണ്ട്. അവരോട് ഒരു പ്രാവശ്യം കൂടെ വീണ്ടും നന്ദിയും സ്നേഹവും.